ഇപ്പോൾ കേരള സ്റ്റോറി ഇതാണല്ലോ ചർച്ച. ബീഫ് ബലമായി തീറ്റിച്ചു കേരളത്തിൽ. ചർച്ചകളെല്ലാം വന്നപ്പോൾ കേരളത്തിലല്ല ഉത്തരേന്ത്യൻ ഭാഗത്താണെന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ ഇങ്ങനെ ഒരാളെയെങ്കിലും ഇതേപോലെ ബീഫ് തീറ്റിച്ചു എന്നാണെങ്കിൽ എന്തായാലും മലയാളികളാരും വെറുതെ ഇരിക്കില്ല. ഒന്ന്, മലയാളികൾ ബീഫ് കഴിക്കുക എന്നല്ലാതെ നിർബന്ധിച്ചാലും കഴിപ്പിക്കില്ല എന്നുള്ളതാണ്. കാരണം കഴിക്കുന്നവനക്ക് തന്നെ മതിയാവില്ല. രണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാനും കൊടുപ്പിക്കാനും ഇവിടെ ആളുണ്ട് താനും. കാരണം ഒരാൾ അടിച്ചേൽപ്പിക്കുന്നൊരു സ്വഭാവം കേരളത്തിൽ എന്തായാലും ഇല്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാം. ഉത്തരേന്ത്യയിലാണ് സംഭവിച്ചത് ഇപ്പോൾ പറയുന്നത്. അവിടെയും ഇങ്ങനെ സംഭവിക്കില്ല. അഥവാ അങ്ങനെ വല്ലതും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ പോലീസും അവിടുത്തെ നിയമങ്ങളും അവിടെയും ഉണ്ട്. കാരണം ഇവിടെ ഒന്നുമില്ലെങ്കിൽ നിയമം നോക്കാനും നിയമം അതിൻ്റെതായ രീതിയിൽ പാലകർ കൊണ്ടുപോകുന്നില്ല, ജനങ്ങളെങ്കിലും ഇടപെടും. അവിടെ അതുപോലും ഇല്ലല്ലോ. അവിടെ നീതിയില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ ഭാഗങ്ങളിങ്ങനെ സംഭവിച്ചതിന് പിന്നെ പറയേണ്ടതില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അടിച്ച് ചാണകം തെറ്റിക്കുന്നുണ്ട്, അടിച്ച് മൂത്രം കുടിപ്പിക്കുന്നുണ്ട്, അടിച്ച് ശ്രീരാമൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരിക്കലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും അല്ലെ സാധാ ഹിന്ദുക്കൾ അഥവാ ദലിതുകൾ ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഇതുപോലെ ഈ സംഖ്യകൾ ചെയ്യുന്നത് പോലെ എവിടെയും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. കാരണം ഒരു മതത്തിനും വേറൊരാളെ ബലമായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിന്. ഇസ്ലാം എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടപ്രകാരം വരെ മാത്രം വരേണ്ട ഒന്നാണ്. ഈ സംഖ്യകളുടെ ഒരു കളി, അതിലപ്പുറത്തേക്ക് വരെ ഒന്നും ഇവിടെ പറയാനില്ല.